അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹോട്ട് ചോക്ലേറ്റ് കോഫിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഹോട്ട് ചോക്ലേറ്റ് കോഫി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോക്ലേറ്റ് കോഫി റെഡിയാക്കാനായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പിനുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പാലിതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് നന്നായിട്ട് സ്പീഡ് കുറച്ചിട്ട് പാല് പതഞ്ഞ് പോവാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് സ്പീഡ് കുറച്ച് വെക്കുക. അപ്പോൾ പാല് ചെറിയ സ്പീഡിൽ വെച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാലെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വേണ്ട കോഫിയുടെയും ചോക്ലേറ്റിൻ്റെയും മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പാല് നന്നായിട്ട് സ്പീഡ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് കട്ട് ചെയ്തതുണ്ടാവും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റ് ആണ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്, ഡാർക്ക് ചോക്ലേറ്റ് അല്ല. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് ചോക്ലേറ്റ് കോഫിയാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ചൂട് പാലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർത്തുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സാക്കുക. ഒരുപാട് ക്രീമി ആയിട്ടൊന്നും കിട്ടണ്ട. ജസ്റ്റ് ആ പഞ്ചസാരയും ആ ചോക്ലേറ്റും കോഫിയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. പഞ്ചസാര പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല. സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലുണ്ടല്ലോ, അത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഞാനൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാൽ ഒരു വലിയ കപ്പിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ആക്കുന്ന സമയത്ത് പുറത്തേക്കൊന്നും പോവാതിരിക്കാനാണ് നമ്മളൊരു വലിയ കപ്പിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ചായയൊക്കെ കപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. ജസ്റ്റ് ആ പതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ ഇതാ പാല് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റിൻ്റെയും കോഫിയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മിക്സാണിത്. ആ കപ്പിലേക്കാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വലിയ കപ്പാണ്. അപ്പോൾ ഈ പാൽ മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതോട് കൂടിയിട്ട് തന്നെ ഇപ്പോൾ അതാ ഞാൻ പാല് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് തന്നെ ഇനി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു വേറൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് കോഫി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോക്ലേറ്റ് അതിൻ്റെ കൂടെ ഒന്നൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും ഈ ചോക്ലേറ്റ് കോഫി. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.